ഹായ്, ഗുഡ് ഈവനിങ്. കേരളത്തിൻ്റെ സ്വന്തം FM ക്ലബ് FMൽ ഇത് ലവ് ബൈറ്റ്സ്. ഇത് റീനു. കനവാകെ നീ നിറഞ്ഞു, പ്രണയമിത് ഞാൻ അറിഞ്ഞു. വനശലഭം പോലെ ഞാനും, ഒരു പനിനീർപ്പൂവായി നീയും. എൻ മനസ്സ് നീ കവർന്നു, നിൻ മായയിൽ അലിഞ്ഞു ഞാൻ ആദ്യമായി, ഇന്നാദ്യമായി. പ്രണയത്തിലാകുന്ന നേരത്ത് മനസ്സ് മുഴുവനും ഇഷ്ടപ്പെടുന്ന ആ ആളാ. കാരണം അയാൾ നമ്മുടെ മനസ്സ് കവർന്നെടുത്തു. നിങ്ങളുടെ മനസ്സ് കവരാൻ ക്ലബ് FMൽ ഇപ്പോൾ കൂടെയുള്ളത് റീനുവാ, ലവ് ബൈറ്റ്സുമായിട്ട്. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. The degree of love is measured by the degree of giving. എത്രത്തോളം കൊടുക്കുന്നു എന്നതനുസരിച്ചാണ് പ്രണയം അളക്കുന്നതെന്ന്. ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. 2 ആഴ്ച മുന്നേ നിങ്ങൾ ഓർക്കുന്നില്ലേ, ഫിസ നമ്മുടെ അടുത്തൊരു ലവ് സ്റ്റോറി ഷെയർ ചെയ്തേ. അന്ന് ആ കുട്ടി പറഞ്ഞു, ഇഷ്ടപ്പെട്ട ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആകെ മാറി. എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈല്, ഫ്രണ്ട്സുമായിട്ടുള്ള പുറത്തു പോക്ക്, അങ്ങനെ എല്ലാം വേണ്ടാന്ന് വെച്ചോന്ന്. ഒത്തിരി സങ്കടത്തോടെ അവൾ പറഞ്ഞു, ഇതെല്ലാം ഞാൻ ചെയ്തിട്ടും അവൻ എന്നെ പറ്റിച്ചു എന്ന്. ആ ഷോയ്ക്ക് ശേഷം ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് ചോദിച്ചു, ഇത്രയും നമ്മൾ ചേഞ്ച് ആകണോ, എത്രത്തോളം ചേഞ്ച് ചെയ്യണമെന്ന്. ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ റീനു ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ഒന്ന് പോസ്റ്റ് ചെയ്യണേ. ആൻഡ് കേട്ടുകൊണ്ടിരിക്കൂ ക്ലബ് FMൽ ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. കമ്മിങ് അപ്പ് ഇസ് എ ബ്യൂട്ടിഫുൾ ട്രാക്ക് ഫ്രം ദി ത്രില്ലർ പ്രിയങ്കരി പ്രിയങ്കരി. ക്രിമിനൽ എന്ന മൂവിയിലെ പാട്ടാണ് ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ ഇപ്പോൾ കേട്ടത്. ഞാൻ റീനു, എൻ്റെ കൂടെ അനൂപ്. അനൂപ് എത്ര തവണ പ്രണയിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ വളരെയധികം പേരെ പ്രണയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ആരും കൺവിൻസ്ഡ് ആയിട്ടില്ല. ഇപ്പൊ നല്ലൊരു പ്രണയത്തിൽ ആണിപ്പോ. സ്കൂൾ ടൈമിലെ പ്രണയത്തെ കുറിച്ച് എന്റെ അടുത്ത് പറ. സ്കൂൾ ടൈമിൽ നമുക്ക് ഇൻസ്ട്രക്ടേഴ്സ് ഇല്ല, പ്രണയമായിട്ടും തോന്നാറില്ലല്ലോ. കുഴപ്പമില്ല. നല്ല കാണാൻ ഭംഗിയുള്ള ചന്തമുള്ള കുട്ടികളെ കണ്ടു കഴിഞ്ഞാല് നമ്മളിങ്ങനെ വായം പൊളിച്ചവരുടെ പുറകെ പോകുന്നല്ലാണ്ട് വീട്ടുകാരുടെ നിന്നൊക്കെയുള്ള ചെറിയ പേടിപ്പെടുത്തലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അനൂപിന് കിട്ടിയിട്ടുണ്ടോ അങ്ങനെ ഒരു ചീത്ത? ചെറിയ രീതിക്കൊക്കെ അവരുടെ കയ്യിൽ നിന്നൊക്കെ റിവാർഡ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് വാലന്റൈൻസ് ഡേയിലൊക്കെ. വാലന്റൈൻസ് ഡേയില് റെഡ് റോസ് ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടോ? പിന്നെ അന്നല്ലേ നമ്മള് 8ാം ക്ലാസ്സിലാണ് തോന്നുന്നു ആദ്യമായിട്ട് വാലന്റൈൻസ് ഡേയിൽ റെഡ് റോസ് ആയിട്ട് പോയത്. ഓഹോ, എന്നിട്ട് കൊടുത്തോ? എന്നിട്ട് എന്ത് പറ്റി? എന്ത് പറ്റാൻ, നേരെ പോയി പ്രപ്പോസ് ചെയ്തു. പിറ്റേ ദിവസം ഹെഡ് മിസ്റ്റേഴ്സ് വിളിപ്പിച്ചു, എന്റെ ഫാദറിനെ വിളിച്ചു വരാൻ പറഞ്ഞു. പിന്നെ കൊടുത്ത കുട്ടിയുടെ ഫാദർ ഉണ്ടായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, നല്ല ഭംഗിക്ക് അവിടെ കിട്ടി. ഒന്നും പറയണ്ട, കാര്യങ്ങളെല്ലാം മനസ്സിലായി. അനൂപ്, എനിക്കൊരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട് കേട്ടോ. പക്ഷെ ചൈന ടൗണിലെ ഒരു പാട്ട് കഴിഞ്ഞിട്ട് സ്റ്റേ ട്യൂൺഡ് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. അപ്പൊ ഇപ്പോഴത്തെ പ്രണയോ? ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെ അനൂപ്. ഇഷ്ടപ്പെടുന്ന ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ചേഞ്ച് ആവില്ലേ? തീർച്ചയായിട്ടും. എന്ന് വെച്ചാല് ഞാൻ അത്യാവശ്യം സ്മോക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ വളരെയധികം കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അപ്പൊ ആ കുട്ടിയോട് പറഞ്ഞിട്ടില്ലേ, നീ മോഡേൺ ഡ്രസ് ഇടാൻ പാടില്ല, നീ അവരോട് മിണ്ടാൻ പാടില്ല, ഇവരോട് മിണ്ടാൻ പാടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഇപ്പൊ ഓൾറെഡി ഞങ്ങൾ പഠിക്കുന്ന കോളേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. കാരണം വളരെ ഫ്രീ ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രണയം സ്റ്റൈലല്ല, ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ലെവലിലാണ് ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അതിൽ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോസ് വെച്ചിട്ട് നീ അങ്ങനെ ഇടാൻ പാടില്ല, അല്ലെങ്കിൽ നിനക്കത് ചേർത്തില്ല. എന്റെ പ്രണയം നല്ല ബ്യൂട്ടിഫുൾ ആണ്, നല്ല സുന്ദരിയാണ്, എന്നേക്കാൾ സുന്ദരിയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോ സ്വാഭാവികം നമുക്ക് തോന്നും, അയ്യോ ഇവള് ഇത്രയും നല്ല ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ എന്നൊക്കെ തോന്നല് തോന്നും. പക്ഷെ ഞാനിതുവരെ പറഞ്ഞിട്ടില്ല, എന്നോടും തിരിച്ച് ഒന്നും പറയാറില്ല, അങ്ങനെ അങ്ങോട്ട് കമ്പൽ ചെയ്യാറൊന്നുമില്ല. ബുദ്ധിയുള്ള പയ്യനാണ്, അവളെ ഇട്ടിട്ട് പോയാലോ. ഇപ്പൊ രേണുതരം വിളിച്ചുകൊണ്ട് ഞാൻ കാര്യം പറയാം. ഇപ്പൊ ഫസ്റ്റ് ഇയേഴ്സ് ഒക്കെ വന്ന ടൈമാണല്ലോ, സ്വാഭാവികമായിട്ടും നല്ല കുറച്ച് പെൺപിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിനൊന്നും മാറ്റി നിർത്തിയിട്ട് വേണം കുറച്ച് നാൾ ആ പെൺപിള്ളേരായിട്ടൊന്ന് ഇറങ്ങാനായിട്ട്. കുട്ടി കേൾക്കുന്നില്ല എന്നുള്ള പ്രതീക്ഷയില് നമുക്ക് ഫോൺ വെക്കാല്ലേ? ദയവ് ചെയ്ത് കേൾപ്പിക്കരുത്. കേരളത്തിലുള്ള എല്ലാരും അല്ലേ കേൾക്കണുള്ളൂ, ആ കുട്ടി കേൾക്കില്ല. ഓക്കെ, ഇതുപോലെ എന്റെ അടുത്ത് സംസാരിക്കണോ? ക്ലബ് FMലെ ലവ് ബൈറ്റ്സിലൂടെ ഒരു അഭിപ്രായം പറയണോ? 56070 ഒരു മെസ്സേജ് അയച്ചോ. ഫോർമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്.